പ്രിയപ്പെട്ടവരെ, ചെമ്പല്ലി എന്ന മത്സ്യം അത് പല നിറത്തിലുണ്ട്. ഇതാണ് കറുത്ത ചെമ്പല്ലി. കറുത്ത ചെമ്പല്ലി, അതുപോലെ ചുവന്ന ചെമ്പല്ലി, അതുപോലെ വെളുത്ത ചെമ്പല്ലി, ഇങ്ങനെ പല നിറത്തിലുള്ള ചെമ്പല്ലി മത്സ്യമുണ്ട്. ഇത് പൂമീനാണ്, എല്ലാവർക്കും അറിയുന്നത് അതുതന്നെയാണ് പൂമീൻ. ഇപ്പോൾ ആവോലിക്ക് വില, അത് വലിയ ആവോലിയാണ്. വലിയ ആവോലിക്ക് വില 500 ആവോലിക്ക് മൊത്തം ഇപ്പോൾ വില കുറവാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ചെറിയ ആവോലിക്കാണ്. ആ ആവോലി ഞാൻ കാണിച്ചു തരാം. വലിയ ആവോലിക്ക് റേറ്റ് കുറവൊന്നുമില്ല. ഇത് വലിയ ആവോലിക്ക് റേറ്റ് കുറവില്ല. ഇതാണ് പപ്പൻസ് എന്ന് പറയുന്ന മത്സ്യമാണ്. പപ്പൻസ്. പിന്നെ ഏട്ടയുടെ വില, വലിയ ഏട്ടയാണ്. ഏട്ടക്ക് ഇപ്പോൾ വില 160 വില. 160 ഇപ്പോൾ ഏട്ടയുടെ വില. ഞാൻ നേരത്തെ പിന്നെ ചെറിയ ആവോലി എന്ന് പറഞ്ഞത് അതിന് 300 രൂപയാണ്. വില കുറവുള്ള ആവോലി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് 300 രൂപയുടെ ആവോലി. ഇത് 200 രൂപയുടെ ആവോലി. ഇത് 200. ഇതോ? ഇത് 160. അങ്ങനെ ആവോലിയുടെ സൈസിനനുസരിച്ച് വിലയിൽ മാറ്റമുണ്ട്. പിന്നെ വലിയ ആവോലിക്ക് യാതൊരു വിലയും അല്പം പോലും കുറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ നട്ടർ എന്ന് പറയുന്ന മത്സ്യമുണ്ട്. ഇത് വളർത്തുമീനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ വാള ഒക്കെ വളർത്തുമീനാണ്. നട്ടർ ഒരിക്കൽ ഞാൻ വളർത്തിയതാണ്. ഈ നട്ടർ എന്ന് പറയുന്ന മത്സ്യം ഞാൻ പ്രത്യേകം വീട്ടിനടുത്ത് കുളമൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ നട്ടർ മത്സ്യം മുമ്പ് കൃഷി ചെയ്തിരുന്നു. ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകത, ഇത് പെട്ടെന്ന് വളരും, നന്നായി തീറ്റ എടുക്കും, നന്നായി ഭക്ഷണം കഴിക്കും, മീൻ തീറ്റ നന്നായി കഴിക്കും. ഈ മത്സ്യം നന്നായി പെട്ടെന്ന് വളരുകയും ചെറിയ മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ പടുതാകുളത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, ഈ നട്ടർ മത്സ്യത്തിൻ്റെ പ്രത്യേകത, ഇതുപോലെ പെട്ടെന്ന് വളരുന്ന ഒരു മത്സ്യത്തെ ഞാൻ വേറെ ഒരു മത്സ്യത്തെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളർത്തിയിട്ടുണ്ട്, വാള വളർത്തിയിട്ടുണ്ട്, അതുപോലെ തിലോപ്പി വളർത്തിയിട്ടുണ്ട്, നട്ടർ വളർത്തിയിട്ടുണ്ട്, അതുപോലെ കട്ല മീൻ വളർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വളർത്തു മീൻ ഞാൻ 2 പടുതാക്കുളം നിർമ്മിച്ച് അതിൽ വളർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ നിരീക്ഷിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഈ നട്ടറിൻ്റെ വളർച്ച, നട്ടർ മത്സ്യത്തിൻ്റെ വളർച്ച മറ്റു ഒരു മത്സ്യത്തിനും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ ഓൺലൈനിൽ വരാൽ കുഞ്ഞുങ്ങളെ വളർത്തി വരാൽ കുഞ്ഞുങ്ങളെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ വരാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വിചാരിക്കും അവർക്ക് മറ്റു
ചെറിയ ജീവികളല്ല അവരുടെ ഭക്ഷണമെന്ന്. പക്ഷേ അവ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ വരാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാ മറ്റു വളർത്തു മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള തീറ്റ വരാൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ ശീലിച്ചാൽ അവ പിന്നെ അത് തന്നെ കഴിക്കും. പിന്നെ വളർന്ന് വലുതായാലും വരാൽ മത്സ്യത്തിന് പിന്നെ ഈ സാധാ പെല്ലറ്റ് തീറ്റ മതിയാകുന്നതാണ്. മറ്റു കൂറ, തവള പോലെയുള്ള തീറ്റ അവർക്ക് ആവശ്യമില്ല. വരാൽ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. സാധാ മത്സ്യത്തിൻ്റെ തീറ്റ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ വളർത്തു മത്സ്യങ്ങൾക്കും കൊടുക്കുന്ന തീറ്റ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വരാൽ മത്സ്യത്തെ വളർത്തിയെടുക്കാൻ സാധിക്കും. കണ്ടോ, ഈ വാള ഇത് വളർത്തു മത്സ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വാളക്ക് നമ്മൾ പെല്ലറ്റ് തീറ്റ കൊടുത്ത് വളർത്താമല്ലോ. അതുപോലെ തന്നെ വരാൽ കുഞ്ഞുങ്ങളെയും സാധാ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അതേ തീറ്റ കൊടുത്തുകൊണ്ട് തന്നെ ഈ നട്ടർ മത്സ്യം വളർത്തുന്നത് പോലെ തന്നെ, വാള വളർത്തുന്നത് പോലെ തന്നെ നമുക്ക് വരാൽ കുഞ്ഞുങ്ങളെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. വരാൽ കുഞ്ഞുങ്ങളെ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്താൽ മതി, നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. വരാൽ യഥാർത്ഥത്തിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ബിലാൽ എന്നാണ് പറയുക. ഈ ബിലാൽ മത്സ്യം അല്ലെങ്കിൽ വരാൽ മത്സ്യം ഒരു നൊസ്റ്റാൾജിയയാണ്. എല്ലാവർക്കും അറിയാം, ചെറുപ്പകാലത്ത് പാടത്ത്, അതുപോലെ കുളത്തിൽ, അതുപോലെ കുഴികളിലൊക്കെ, ചെറിയ പാടത്തുള്ള കുഴികളിലൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് മത്സ്യം പിടിച്ചിരുന്ന ആളുകൾക്ക് അറിയാം. വരാൽ വളരെ പ്രിയപ്പെട്ട മത്സ്യമാണ്. അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ കാലത്ത്. അതിനുള്ള തീറ്റകളൊക്കെ റെഡിയാണിപ്പോൾ. മത്സ്യം വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്താൽ നമുക്ക് വരാൽ കുഞ്ഞുങ്ങളെ, അത് വേണ്ട, ഇനി മത്സ്യം വിൽക്കുന്ന സ്ഥലത്ത് തന്നെ പോകണം, മത്സ്യം വിൽക്കുന്ന ഷോപ്പിൽ തന്നെ പോകണം, അക്വേറിയത്തിൽ തന്നെ പോകണമെന്നില്ല, വലിയ അക്വേറിയത്തിൽ തന്നെ പോകണമെന്നില്ല. നമുക്ക് ആ ഒരു ഇവരെ നമ്പർ കിട്ടിയാൽ ആ നമ്പറിൽ നമുക്ക് ബന്ധപ്പെട്ടാൽ മതി. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് മത്സ്യം നിക്ഷേപിക്കാനുള്ള ജലാശയം, ചെറിയ പടുതാക്കുളമായാലും മതി, ചെറിയ ജലാശയം ഉണ്ടെങ്കിൽ, ചെറിയ കുളമുണ്ടെങ്കിൽ അതിൽ നമുക്ക് വറ്റാത്ത കുളമായിരിക്കണം. അതിൽ നമുക്ക് മത്സ്യത്തെ വളർത്തിയെടുക്കാവുന്നതാണ്. തീറ്റ കൊടുക്കണം, 2 നേരം തീറ്റ കൊടുക്കണം. വരാൽ കുഞ്ഞുങ്ങൾ നല്ല വളർച്ച വെക്കും, പക്ഷേ പെട്ടെന്ന് വളരുകയില്ല. പെട്ടെന്ന് വളരണമെങ്കിൽ നട്ടർ പോലെയുള്ള മത്സ്യം തന്നെ വേണം. നന്നായി ഭക്ഷണം ഭക്ഷിക്കും. ആ ഭക്ഷിക്കുന്നതിനനുസരിച്ചുള്ള വളർച്ചയും ഗ്രോത്ത് നമുക്ക് കാണിക്കും. അപ്പോൾ ഞാൻ കൗതുകമായി, എനിക്ക് വരാൽ കുഞ്ഞുങ്ങൾ സാധാ മറ്റു മത്സ്യങ്ങളുടെ തീറ്റ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അത് കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കാനെന്ന് എന്ന് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കൗതുകമായി. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ വരുത്തി വീട്ടിൽ വളർത്തി നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ, അതായത് പരസ്യം കണ്ടത് ഇങ്ങനെയാണ്, സാധാ പെല്ലറ്റ് തീറ്റ ഭക്ഷിക്കുന്ന വരാൽ കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട്. അങ്ങനെ വരാൽ കുഞ്ഞുങ്ങളെ വളർത്തി നോക്കുമ്പോൾ അവ നന്നായി തീറ്റ കഴിക്കുന്നുണ്ട്, വളരുന്നുമുണ്ട്. പക്ഷെ വളർച്ച ഈ നട്ടറിനെ പോലൊന്നുമല്ല, വളരെ വലിയ വളർച്ച ഒന്നും കാണിക്കുകയില്ല. വളർച്ച സാവധാനത്തിലായിരിക്കും, എന്നാലും അവ വളരും. അവ സാധാ മറ്റു മത്സ്യങ്ങളുടെ തീറ്റ ഭക്ഷിച്ചുകൊണ്ട് അവ വളരും. അവക്ക് ജീവനുള്ള തീറ്റ കൊടുക്കേണ്ടതില്ല, ജീവനുള്ള ചെറിയ ജന്തുക്കളെ പിടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വളരെ സൗകര്യമാണ്. മറ്റുള്ളത് വരാൽ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ സാധാ വരാൽ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്ന ഈ തീറ്റ ഭക്ഷിക്കുകയില്ല വളർന്നു കഴിഞ്ഞാൽ. പക്ഷേ അത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ ചെറിയ തരി തീറ്റകൾ കൊടുത്ത് അവയെ ശീലിപ്പിച്ചത് കൊണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് പിന്നീട് വലുതാകുന്ന സമയത്തും അവ ആ തീറ്റ തന്നെ ഭക്ഷിക്കുന്നത്. അപ്പോൾ
വലിയ പ്രാധാന്യമുള്ള വീഡിയോ ഒന്നും അല്ല പ്രേക്ഷകരെ. ഞാനിങ്ങനെ മുമ്പ് മത്സ്യം വളർത്തിയിരുന്നു. ആ വളർത്തിയ എൻ്റെ യൂട്യൂബ് ചാനൽ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ വളർത്തിയിരുന്ന മത്സ്യങ്ങളുടെ വീഡിയോ, മത്സ്യം വളർത്തിയിരുന്നത് അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. കോഴി വളർത്തിയിട്ടുണ്ട്, അതുപോലെ മത്സ്യം വളർത്തിയിട്ടുണ്ട്, താറാവ് വളർത്തിയിട്ടുണ്ട്, പ്രാവ് ഇപ്പോഴും വളർത്തുന്നുണ്ട്. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ആ എല്ലാത്തിൻ്റെയും വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പരിശോധിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് താറാവ് കൃഷി, മുയൽ കൃഷി, അതെല്ലാം മുയൽ കൃഷിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. മുയൽ കൃഷി, അതുപോലെ പിന്നെ പ്രാവ് ഇപ്പോഴുമുണ്ട്. പ്രാവ് മാത്രമേ ഇപ്പോഴുള്ളൂ. പിന്നീട് കോഴികൾ, അത് പലതരത്തിലുള്ള കോഴികൾ, കരിങ്കോഴികളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഗൂസ്, അരയന്നത്തെ പോലെയുള്ള ഗൂസിനെയും വളർത്തിയിട്ടുണ്ട്. ഗൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ചിത്രമാണ് പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നത്. എൻ്റെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് 2 ഗൂസിൻ്റെ, അതെൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഗൂസാണ്. അരയന്ന താറാവ് എന്ന് പറയും. അതുപോലെ ഫ്ലൈയിങ് ഡക്ക്, പറക്കുന്ന താറാവുകളെ വളർത്തിയിരുന്നു. ഫ്ലൈയിങ് ഡക്ക് എന്ന് പറയുന്ന താറാവുകളെ വളർത്തിയിരുന്നു. അതുപോലെ മത്സ്യം, നമ്മളെ മറ്റു ഇതര മത്സ്യം പല ഐറ്റംസ് ഞാൻ വളർത്തിയിരുന്നു. പടുതാക്കുളം 4 പടുതാക്കുളം ഉണ്ടായിരുന്നു. 4 പടുതാക്കുളം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പിന്നെ മത്സ്യം വളർത്തിയിട്ടുണ്ട്. അതുപോലെ പിന്നീട് ഞാൻ വളർച്ചയിൽ ഈ നട്ടറിനെ പോലെ തന്നെ വളർച്ചയുടെ കാര്യത്തിൽ തീറ്റ കൊടുത്താൽ പെട്ടെന്ന് വളരുന്ന മത്സ്യമാണ് പിന്നെ ഞാൻ വളർത്തിയതാണ്. പിന്നെ ഈ ആഫ്രിക്കൻ മൊയ്യ് എന്ന് പറയുന്ന മത്സ്യം, അതിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങാൻ കിട്ടും. അത് പെട്ടെന്ന് തന്നെ വളരും, നന്നായി തീറ്റയെടുക്കും, നന്നായി വളരുകയും ചെയ്യും. നട്ടറിനെ പോലെ തന്നെയാണത്, നല്ല വളർച്ച കാണിക്കും. അപ്പോൾ മത്സ്യം ഇങ്ങനെ കണ്ടപ്പോൾ നട്ടർ, അതുപോലെ തന്നെ വാള, തിലോപ്പിയ ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ വലിയ പ്രധാനപ്പെട്ട വീഡിയോ ഒന്നും അല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഈ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം തീർച്ചയായും അതിൻ്റെ വരുമാനം പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന PPTM-ൽ ഒരുപാട് ചെറൂർ ഹൈസ്കൂളിൽ, മലപ്പുറം ജില്ലയിലെ വേങ്ങര ക്കടുത്ത് ചെറൂർ ഹൈസ്കൂളിൽ ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം PPTM-ൽ നോക്കുമ്പോൾ 5000-ലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, പാവപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളുണ്ട്. ബസ് ഫീസ് അടക്കാനും അതുപോലെയുള്ള സ്കൂൾ ചെലവ് താങ്ങാൻ കഴിയാത്ത ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ട്. ആ കൂട്ടത്തിൽ അവരെയൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കണം. അതുപോലെ പാവപ്പെട്ട മറ്റു കുട്ടികളെ അവർക്ക് യൂണിഫോം വാങ്ങാനും നോട്ട് ബുക്കും ബാഗും കുടയും ഒക്കെ അഡ്മിഷൻ സമയത്ത് വാങ്ങിക്കൊടുക്കാനും, അതൊക്കെയാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം. ഞാൻ സ്കൂളിൽ അവിടെ മാഷാണ്, അധ്യാപകനാണ്. എനിക്ക് അവിടെ ശമ്പളമുണ്ട്, നല്ല ശമ്പളമുണ്ട്. എനിക്ക് ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. അപ്പോൾ ഇതിൻ്റെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അതുപോലെ സ്കൂളിലെ കുട്ടികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കാനും കൂടി ഉള്ളതാണ്. ഇവിടെ ചെറൂർ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ വലിയ സ്കൂളാണ്.
മൊത്തം ഞാൻ നോക്കുമ്പോൾ കുട്ടികളവിടെ 5000-ന് മുകളിൽ കുട്ടികളുണ്ട്. PPTM HSS ഒരു 10,000-കണക്കിന് ഇപ്പോൾ 5000-ത്തിലധികം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 10,000-ത്തിലധികം. ഞാനവിടെ 30 വർഷമായി. 10,000-ത്തിലധികം കുട്ടികൾ അവിടെ പഠിച്ചു പോയി. 40,000-ത്തോളം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചു പോയി. അവരിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് വലിയ ഭാവിയിൽ, ഇപ്പോഴല്ല ഭാവിയിൽ, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ ചാനൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ, ലക്ഷങ്ങൾ വരുമാനം കിട്ടാൻ തുടങ്ങിയാൽ എനിക്ക് അവരെയൊക്കെ സഹായിക്കാൻ കഴിയും. ആ ഒരു ലക്ഷ്യമാണ് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു നന്മയായിരിക്കും. ആ ഒരു നന്മയുടെ അംശം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാലത്തോളം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഇതിനെ വളർത്തുന്ന കാലത്തോളം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതൊരു നന്മയായിരിക്കും. ആ നന്മയുടെ ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, നിങ്ങളുടെ ഫോണിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടാകുമല്ലോ. കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലുണ്ടായിരിക്കും. എല്ലാവർക്കും ഫോണുണ്ടാകും മിക്കവാറും. നിങ്ങളുടെ ആ ഫോണുകളിലെല്ലാം തന്നെ ചെള്ളപ്പറമ്പൻ മീഡിയ തുറന്ന് അത് സബ്സ്ക്രൈബും ലൈക്കും ബെല്ലും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ ഓരോ ഫോണിലുമുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ, പുതിയ വീഡിയോകളുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളെ കുടുംബക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് ഇതിൻ്റെ ലക്ഷ്യം പറയണം. ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് അതായത് ഞാൻ ഒരു മരണശേഷം ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് പറയുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവരിൽ വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് പറയുകയാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻ്റെ കാലശേഷം, എൻ്റെ മരണശേഷം എനിക്ക് ഇത് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മരണശേഷം ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ സജീവമാക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതൊരു വലിയ, പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് വലിയ കാര്യമാണല്ലോ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കണം, നോമ്പെടുക്കണം. അതിനൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് നിസ്കരിക്കാനൊന്നും ചിലവില്ലാത്തത് കൊണ്ട് തന്നെ നിസ്കാരമൊക്കെ പലരും കൃത്യത്തിന് നിസ്കരിക്കും, നോമ്പെടുക്കും ഒക്കെ ചെയ്യും. പക്ഷേ പാവപ്പെട്ടവർക്ക് പണം ചോദിച്ചാൽ, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അപ്പോൾ അവരുടെ മുഖഭാവം മാറും. നമ്മൾ കാണുന്നതാണല്ലോ. നിസ്കരിക്കാൻ പറഞ്ഞാലും നോമ്പെടുക്കാൻ പറഞ്ഞാലും മറ്റ് സക്കാത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് ഒന്ന് പിന്നോട്ട്. കൃത്യമായി ശരിക്ക് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒരു കോടി രൂപ ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 2.5 ലക്ഷം സക്കാത്ത് കൊടുക്കണം. അത് സ്വർണ്ണ കച്ചവടക്കാരനാണെങ്കിൽ, ജ്വല്ലറി ഉടമയാണെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജ്വല്ലറി ഉടമയാണെങ്കിൽ അവന് എത്രമാത്രം സക്കാത്ത് കൊടുക്കാനുണ്ടാകും? കച്ചവടം ഒരു വർഷം പൂർത്തിയായാൽ മൊത്തം അവൻ്റെ പക്കൽ മൊത്തം സ്റ്റോക്കിൻ്റെ വില നിശ്ചയിച്ച് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ എത്രമാത്രം കൊടുക്കാനുണ്ടാകും? ആ കാര്യം വരുമ്പോൾ ചില ആളുകളുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച്, സക്കാത്ത് വലിയ സംഖ്യ സക്കാത്തായിട്ട് പോകുമല്ലോ എന്ന് പേടിച്ച് പൈസ, വലിയ എമൗണ്ട് പൈസ വരുമ്പോൾ അത്
പിന്നെ സക്കാത്ത് പേടിച്ച് കൊണ്ടിട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആളുകൾ ഭൂമിയും അതുപോലെയൊക്കെ സക്കാത്തിനെ പേടിച്ച് സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ച് ഭൂമി വാങ്ങിയിടുന്നവരുണ്ട്. അല്ലെങ്കിൽ പൈസ സൂക്ഷിച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ പൈസ കൊണ്ട് ചിലവാക്കുക തന്നെ, വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് അള്ളാഹ് ഖൽബിലേക്കാണ് നോക്കുന്നത്. ഖൽബ് നമുക്ക് മറച്ചു വെക്കാൻ, ആരുടെ മുമ്പിലും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ആരുടെ മുമ്പിലും മറച്ചു വെക്കാൻ സാധിക്കും. സോറി, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. ആരുടെ മുമ്പിലും നമ്മുടെ ഖൽബ് നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും. എന്നാൽ സാധാ മനുഷ്യന്മാരുടെ മുമ്പിലൊന്നും നമ്മുടെ ഖൽബ് അവർക്ക് നമ്മുടെ ഖൽബ് മനസ്സിലാവില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഖൽബിലെ നിയ്യത്ത് മനസ്സിലാക്കാൻ അള്ളാഹ്ക്ക് നിഷ്പ്രയാസം സാധിക്കുമല്ലോ, നമ്മുടെ ഖൽബിലുള്ളത് എന്താണെന്ന് ചെയ്യുന്നത്. സക്കാത്തിനെ പേടിച്ചുകൊണ്ടാണോ നമ്മൾ പൈസ വൻതോതിൽ ചെലവഴിച്ച് വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എങ്കിൽ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടി വരും, അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അവൻ പുറത്ത് എന്ത് പറഞ്ഞാലും അവൻ്റെ ഉള്ളിലൊരു നിയ്യത്തുണ്ടാകുമല്ലോ. പുറത്ത് എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അവൻ്റെ ഉള്ളിലുള്ള നിയ്യത്ത്, അത് സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന്, ആ ഒരു സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ, വലിയ സംഖ്യ, ഒരു വലിയ ഭാഗം അങ്ങനെ നഷ്ടപ്പെടുമല്ലോ സക്കാത്ത് കൊടുത്ത് എന്ന ഒരു ചിന്ത ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബ് പിടികൂടും, അള്ളാഹു അവനെ പിടികൂടും. എന്ത് പേര് പറഞ്ഞാലും. മനസ്സിലായോ? അപ്പോൾ നാം സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിക്കാനൊന്നും ആർക്കും, എല്ലാവരും ബാങ്ക് കൊടുത്താൽ കൃത്യമായി പള്ളിയിലെത്തും, അതിനൊന്നും ചിലവില്ലാത്ത കാര്യം അള്ളാഹ്ക്ക് വേണ്ടി എത്ര വേണമെങ്കിലും നിസ്കരിക്കാം, എത്ര വേണമെങ്കിലും ചെയ്യും, ചിലവില്ലാത്തതാണെങ്കിൽ. ആർക്ക് വേണം? അവന് ഇഷ്ടമില്ലാത്ത കാര്യം അവന് അള്ളാഹ്ക്ക് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത്. നമുക്ക് അള്ളാഹ്ക്കറിയാം അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് എന്തറിയാം പ്രിയപ്പെട്ടവരെ? എനിക്കും നിങ്ങൾക്കും എന്തറിയാം? അള്ളാഹു അല്ലേ നമ്മളുടെ ഹൃദയം, മനസ്സ്, കൽബൊക്കെ പടച്ചത്. അവനറിയില്ലേ നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തതാണ്. ശരിക്ക് നിസ്കരിക്കാൻ പോകാൻ നമുക്ക് മടിയാണ്, അങ്ങനെ മടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോകുന്നു. എന്നാൽ അതിന് ചിലവില്ല. അപ്പോൾ അവന് എത്രയും നിസ്കരിക്കും, രാത്രിയും പകലൊക്കെ. അതിന് വലിയ കൂലിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതാണ് അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ളത്, നിസ്കാരത്തിനേക്കാളും നമുക്ക് ഇഷ്ടമുള്ളത്, എല്ലാവർക്കും എന്നല്ല കേട്ടോ, ഒരുപാട് ആളുകൾക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് സമ്പത്ത്, പണം, മുതൽ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന് അതാണ്. വളരെ വലിയ സ്നേഹമാണ് ഭൂരിഭാഗം ആളുകൾക്കും പണത്തിനോട്. അതുകൊണ്ട് ആ പണം ആരെങ്കിലും ചോദിച്ചാൽ, മറ്റെന്ത് ചോദിച്ചാലും അവൻ്റെ മുഖഭാവം മാറുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും കടം ചോദിച്ചാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടാൽ അപ്പം മാറിയല്ലോ അവൻ്റെ മുഖം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അല്പം പ്രയാസത്തിലാണ്, പൈസയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരാൾ കൊണ്ടുപോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്പോൾ അവൻ്റെ മുഖഭാവം മാറും. എല്ലാവരും അന്നെങ്ങനെയാണ് എന്നല്ല, ഭൂരിഭാഗത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹ്ക്ക് കൊടുക്കണം. അള്ളാഹ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്, അത് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അള്ളാഹ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അള്ളാഹ്ക്ക് പണം, നമ്മുടെ പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പാവപ്പെട്ടവരായ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നാം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് വലിയ സ്ഥാനം, കബൂല് അള്ളാഹു നൽകുന്നതാണ്. നമ്മൾ നിസ്കരിക്കണം. എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം വേണം, നോമ്പ് വേണം, ഹജ്ജ് വേണം, എല്ലാം വേണം. അതിനൊക്കെ വലിയ പ്രതിഫലവുമുണ്ട്.
പക്ഷെ അതൊന്നും നമുക്ക് നിസ്കരിക്കാൻ ഒരു ചിലവില്ലാത്തത് കൊണ്ട് ഏത് പിശുക്കനായ വളരെ പിശുക്കനായ ഒരു മനുഷ്യൻ എനിക്കറിയാം, ഭയങ്കര പിശുക്കാണ്. പക്ഷേ നിസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേരും. ആർക്ക് വേണം ആ മനുഷ്യൻ്റെ നിസ്കാരം? അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയില്ലേ? സക്കാത്തിന് അവന് പണമുണ്ടായിട്ട് അവന് കൊടുക്കുന്നില്ല, ഹജ്ജിന് പോലും പോകുന്നില്ല, അത്രയും പിശുക്കനാണ്. ഹജ്ജിന് പോകാനുള്ള പണം ഉണ്ടായിട്ട് ഹജ്ജിന് പോലും പോകുന്നില്ല, സക്കാത്ത് പോലും കൃത്യമായി കൊടുക്കുന്നില്ല, അത്രയും പിശുക്ക്. പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കില്ല എന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയില്ല എന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. കാരണം നിർബന്ധമായ സക്കാത്ത് പോലും കൊടുക്കുന്നില്ല. ചില ആളുകളുണ്ട് സക്കാത്ത് കൊടുക്കുന്നവർ, വലിയ മുതലാളിമാരാണ്. ആളുകൾ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കും. ഈ ക്യൂ നിൽക്കുന്നവർക്ക് 10ഉം 50ഉം ഇങ്ങനെ കൊടുക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുക്കൽ, അങ്ങനെ 10ഉം 50ഉം പാവപ്പെട്ടവർക്ക് കൊടുക്കൽ തെറ്റാണ് എന്നല്ല പറയുന്നത്. പക്ഷെ അവന് കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? അതാണ് നോട്ടം. അത് അവനും അവൻ്റെ അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. അവനും അവൻ്റെ അള്ളാഹുവിനും മാത്രമേ അത് അറിയുകയുള്ളൂ. അവൻ കണക്കനുസരിച്ച്, അതായത് അവൻ്റെ പക്കൽ 1 കോടി രൂപ സ്റ്റോക്കുണ്ടെങ്കിൽ, 1 കോടി രൂപ അവൻ്റെ പക്കൽ സ്റ്റോക്കുണ്ടെങ്കിൽ അതൊരു വർഷം പൂർത്തിയായാൽ അതിന് 2.5 ലക്ഷം അത് പിന്നെ അവൻ്റേതല്ല. ആ 2.5 ലക്ഷം, ആ 1 കോടിയുടെ 2.5% അഥവാ 2.5 ലക്ഷം അത് പിന്നെ അവൻ്റെ സമ്പത്തല്ലാതെയായി. അത് പിന്നെ ആരുടേതാണ്? അത് പാവപ്പെട്ടവരുടേതാണ്. അത് അവൻ തിന്നുകയാണെങ്കിൽ അവൻ പാവപ്പെട്ടവരുടേത് മോഷ്ടിച്ച് തിന്നുന്നത് പോലെയാണ്. 2 കോടി ഉണ്ടെങ്കിൽ 5 ലക്ഷമായില്ലേ? അങ്ങനെ അങ്ങ് നോക്കൂ. ഒരു ജ്വല്ലറി ഉടമയെ സംബന്ധിച്ചിടത്തോളം, വലിയ ജ്വല്ലറിക്കാരനാണെങ്കിൽ, വലിയ ജ്വല്ലറി മുതലാളിയാണെങ്കിൽ, 1 വർഷം പൂർത്തിയായാൽ മുഴുവൻ സ്വർണത്തിൻ്റെയും വില നിശ്ചയിച്ച് അതിൻ്റെ 2.5% ആർക്ക് അവകാശപ്പെട്ടതാണ്? പാവപ്പെട്ട മനുഷ്യരുടേതാണത്. അത് അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവന് അർഹതപ്പെടാത്തതാണ്. മോഷ്ടിച്ച് ഭക്ഷിക്കുന്നത് പോലെ തന്നെയാണോ അത്? കാരണം 1 വർഷം പൂർത്തിയാകുന്നതോടുകൂടി അത് അവൻ്റെ സമ്പത്ത് അല്ലാതായി മാറി. അതിൻ്റെ 2.5% അവൻ്റെ സമ്പത്ത് അല്ലാതെയായി മാറി. അതവൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പാവപ്പെട്ടവരുടെ അവകാശമായി മാറി. അതവൻ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അവൻ കാണും. വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം ഖൈർ ചെയ്താലും കാണും അള്ളാഹുവിൻ്റെ അടുക്കൽ. അതുപോലെ തന്നെ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താലും കാണും. അപ്പോൾ നമ്മളെ ജീവിതം, ഞാനടക്കം നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ്. ഈ അവസ്ഥ, ചിന്തിക്കാത്ത ഈ ജീവിതം പിന്നെ മരണം വരെയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ. നിങ്ങളുടെ ചിന്തിക്കാത്ത ഈ ജീവിതം, ഈ തിരക്ക് പിടിച്ച ഈ ജീവിതം, ഈ തിരക്കെല്ലാം അവസാനിക്കുന്നത് ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് അല്ലാഹു തആല പറയുന്നു. നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ മാത്രമേ മനുഷ്യ നിങ്ങൾക്ക് തിരക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരക്കില്ല. എന്ത് തിരക്കാണെങ്കിലും, എത്ര വലിയ തിരക്കാണെങ്കിലും അതൊക്കെ ഹത്താ സുർത്തുമുൽ മഖാബിർ. അള്ളാഹു വലിയ ഗൗരവത്തിൽ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയതാണത്. ഹത്താ സുർത്തുമുൽ മഖാബിർ. എല്ലാം മരണം വരെ, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ അള്ളാഹു തആല വെറുതെ വിടൂല സഹോദരങ്ങൾ. ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത്. ഞാനും നിങ്ങളും ഉണരണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, ഞാനുൾപ്പെടെയാണ് ഉണരേണ്ടത്. ഞാനടക്കം എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ഈ ശബ്ദം കേട്ടത് മുതൽ ഒന്ന് മാറി ചിന്തിക്കാൻ, ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതം ഒന്ന് മാറണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്കൊരു നന്മയായി മാറും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും ചെയ്യാൻ പറയാം. അതുപോലെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക.
അതുപോലെ നിങ്ങളെ പരിചയക്കാരോട് പറയാം, നിങ്ങളെ കുടുംബക്കാരോട് പറയാം, ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി വീഡിയോ ഒരുപാട് നീണ്ടുപോയി, ക്ഷമിക്കണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.